തൊപ്പിക്കാരനും കുരങ്ങന്മാരും. ഒരിക്കൽ ഒരു ചെറിയ നഗരത്തിൽ ടോണി എന്ന തൊപ്പി വിൽപ്പനക്കാരൻ താമസിച്ചിരുന്നു. അവൻ പലതരം വസ്തുക്കൾ കൊണ്ട് പലതരം തൊപ്പികൾ നിർമ്മിക്കുമായിരുന്നു. എന്നിട്ട് അടുത്തുള്ള ഗ്രാമത്തിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. തൊപ്പി വിൽക്കുന്നതായിരുന്നു ടോണിയുടെ ഏക ആശ്രയം. അവൻ ഒരിക്കലും കുറവ് പണം നേടുന്നതുകൊണ്ട് പരാതിപ്പെട്ടില്ല. കാരണം അവൻ മനസ്സോടെ ജോലിയെടുത്തിരുന്നു. അവന്റെ ജീവിതത്തിന്റെ സാധാരണമായ ആവശ്യങ്ങൾ കഴിച്ചിട്ട് അടുത്ത ദിവസം തൊപ്പി ഉണ്ടാക്കാനായുള്ള തുണി വാങ്ങുമായിരുന്നു. ടോണി ദിവസക്കൂലി നേടിയിരുന്നു. അതുകൊണ്ട് അവൻ ഒരിക്കലും ജോലി നിർത്തിയിരുന്നില്ല. നല്ല കഷ്ടപ്പാടുണ്ടെങ്കിലും വളരെ കുറച്ച് പണം കിട്ടിയാലും ടോണി സന്തോഷമായുള്ള തൊപ്പി വിൽപ്പനക്കാരനായിരുന്നു. അതിന് കാരണമാണ് അവൻ ചെയ്യുന്ന ജോലിയോടുള്ള സ്നേഹം. നല്ല സുന്ദരമായ തൊപ്പികൾ ഉണ്ടാക്കുന്നതിന്റെ പുതിയ രീതികൾ അവൻ കണ്ടുപിടിക്കുമായിരുന്നു. വളരെ നല്ല കഴിവുള്ളവനുമായിരുന്നു. ഓരോ തൊപ്പിയും അവൻ സമാധാനത്തോടെ ഉണ്ടാക്കുമായിരുന്നു. ടോണിയുടെ നഗരത്തിൽ നിന്ന് മാറി കുറച്ചു ദൂരം ഒരു ചെറിയ കാടുണ്ടായിരുന്നു. അതൊരു സുന്ദരമായ ചെറിയ കാടായിരുന്നു. അതിൽ കുറെ പൂക്കളും നല്ല പഴങ്ങളും ഉണ്ടായിരുന്നു. ആ കാട് 2 ഗ്രാമത്തിന്റെ നടുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആൾക്കാർക്ക് എപ്പോഴും മറുവശത്ത് കടക്കണമെങ്കിൽ കാട്ടിലൂടെ നടന്നു പോകണമായിരുന്നു. അതൊരു സുന്ദരമായ കാടായിരുന്നുവെങ്കിലും അവിടെ ഒരു കാര്യമുണ്ടായിരുന്നു. എല്ലാവർക്കും ശല്യമായിട്ട് വലിയ തടിയുള്ള മരത്തിലെ കുരങ്ങന്മാർ. അവർ അവിടെ നിന്നും പോകുന്ന എല്ലാവരെയും ശല്യം ചെയ്യുമായിരുന്നു. മനുഷ്യർ കാട്ടിലൂടെ കൊണ്ടുപോകുന്നത് എന്തും കട്ടെടുക്കുമായിരുന്നു. നാട്ടുകാർ ആ കുരങ്ങന്മാരെ ഓടിക്കാനായി എല്ലാം ശ്രമിച്ചു. പക്ഷേ അവസാനം എല്ലാവരും അതൊരു കാടല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് മൃഗങ്ങളെ കാട്ടിൽ നിന്നും വെളിയിൽ കളയാൻ പറ്റില്ലല്ലോ, അതവരുടെ വീടാണ്. ആ കുരങ്ങന്മാർ വളരെ കുസൃതിയേറിയവരായിരുന്നു. അവർ കണ്ണി കാണുന്നത് ആൾക്കാരുടെ എന്തും കട്ടെടുക്കുമായിരുന്നു. പലപ്പോഴും അവരെ നോക്കി കളിയാക്കി ചിരിക്കുമായിരുന്നു. അതെന്റെ കൊടയാണ്, ഇപ്പോൾ തന്നെ എനിക്ക് തിരിച്ചു തരൂ അത്. ആൾക്കാർ ആവുന്നത് ചെയ്തിരുന്നു. പക്ഷെ അവസാനം തോറ്റുമടങ്ങുമായിരുന്നു. അവർക്ക് മടുത്തിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് ടോണി അവന്റെ തൊപ്പി വിൽക്കാനായി ഗ്രാമത്തിലെത്തി. അവന്റെ കയ്യിൽ എല്ലാത്തരം തൊപ്പികളും ഉണ്ടായിരുന്നു. സാധാരണ, തിളക്കമേറിയത്, നിറങ്ങൾ നിറഞ്ഞത്, വരയൻ. അതിൽ ഒരേപോലെയുള്ള തൊപ്പികളല്ലായിരുന്നു. അതുകൊണ്ട് ആർക്കും ടോണിയുടെ കൊട്ടയിൽ എന്താണെന്ന് മനസ്സിലാകുമായിരുന്നു. തൊപ്പി 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 ആവശ്യത്തിന് വാങ്ങിച്ചോളൂ, പക്ഷേ എന്നിട്ടും അതിനോട് കമ്പം തീരില്ല. റെഡ്, ഗ്രേ, ബ്ലൂ, എന്ത് നിറമെടുത്താലും പുതിയതുപോലെ ഇരിക്കും. തൊപ്പി തൊപ്പി. ടോണിയുടെ ശബ്ദം കേട്ട് നാട്ടുകാർ വെളിയിലേക്ക് വന്നു. ആ നാട്ടുകാർ ഇതിനു മുന്നേ ഇത്രയും സുന്ദരമായ തൊപ്പികൾ കണ്ടിട്ടില്ലായിരുന്നു. ഓ, ഈ തൊപ്പികൾ വളരെ സുന്ദരമാണല്ലോ. ഓ, എന്തൊരു പഞ്ഞി പോലെ ഉണ്ട്. ഇതെന്ത് സുന്ദരമാണ്. അമ്മേ, ഞാൻ ഒരെണ്ണം വാങ്ങിക്കോട്ടെ പ്ലീസ്. എന്തൊരു മൃദുലമാണ്, ഇതിനെ തൊടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അത് സത്യവുമായിരുന്നു. ടോണിയുടെ കൂടുതലും തൊപ്പികൾ പട്ടിൻ്റെതായിരുന്നു. പട്ടിന്റെ തൊപ്പികൾ ധരിക്കുന്നത് വ്യത്യസ്തമായിരുന്നു. പക്ഷേ നല്ല സുന്ദരവും മൃദുലവുമായ തൊപ്പികൾ തള്ളിപ്പറയാനാവില്ലായിരുന്നു. കുറെ നാട്ടുകാർ ടോണിയുടെ കയ്യിൽ നിന്നും കുറെ തൊപ്പികൾ വാങ്ങുമായിരുന്നു. അവർ അവന് വെള്ളവും ആഹാരവും നൽകും. പക്ഷെ അവൻ വിലക്കിയിരുന്നു. ഓ, വളരെയധികം നന്ദി. പക്ഷെ എനിക്ക് എന്റെ യാത്ര തുടരണം. എനിക്കിത് വിൽക്കാനായി ഈ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോകണം. അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകാനായി നിനക്ക് ആ കാട് കടന്നു പോകേണ്ടേ? അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്നാ ശരി, നിന്റെ കൊട്ട മുറുക്കി അടച്ചു പിടിച്ചോ പോകുമ്പോൾ. ശരി, അവിടെ കുറച്ച് കുസൃതി കൂടിയ കുരങ്ങന്മാരുണ്ട്. എന്ത് കൊണ്ടുപോയാലും അവർ കട്ടെടുക്കും. ഓ, അങ്ങനെയാണോ? ഞാൻ ശ്രദ്ധിച്ചോളാം. ആ കാര്യം പറഞ്ഞതിൽ വളരെ നന്ദി. ടോണി അവൻ തൊപ്പി വിറ്റ് സമ്പാദിച്ച എല്ലാ പണവും ശേഖരിച്ച് അവിടെ നിന്നും പോയി. അവൻ മറുവശത്ത് കടക്കുന്നതിനായി കാട്ടിലൂടെ പോകുന്നതിന് മുന്നേ തന്നെ ഗ്രാമം ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. ഗ്രാമത്തിന്റെ സുന്ദരത നോക്കി അവൻ കറങ്ങി നടന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഗ്രാമത്തിലെ ആൾക്കാർ തന്നപ്പോൾ കഴിച്ചാ മതിയായിരുന്നു. എന്റെ കയ്യിൽ ഇരുന്ന് കഴിക്കാനായി സമയവുമില്ല. അടുത്തുള്ള ഗ്രാമത്തിൽ പോയി തൊപ്പികൾ വിൽക്കണമല്ലോ. ഓ, കുഴപ്പമില്ല. ഒരു പ്രാവശ്യം കാട്ടിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങി തിന്നോളാം. ടോണിക്കറിയാമായിരുന്നു ദിവസച്ചെലവിനായുള്ള നല്ല പണം ഉണ്ടാക്കണമെങ്കിൽ ഈ തൊപ്പികൾ മുഴുവനും വിൽക്കണമെന്ന്. കുറച്ചു ദൂരം കറങ്ങി നടന്നു ആഹാരം തേടിക്കഴിഞ്ഞു. അവസാനം
അവന് രുചികരമായ ബണ്ണ് വിൽക്കുന്നവനെ കണ്ടുകിട്ടി. അവൻ 2 വാങ്ങി അവന്റെ കൊട്ടയിൽ വെച്ചു. ടോണി ഗ്രാമത്തിലൂടെ നടന്ന അവസാനം കാട്ടിലെത്തി. അവൻ എത്തിയതും അവൻ ആ വയസ്സന്റെ വാക്കും കുരങ്ങന്മാരുടെ കാര്യവും എല്ലാം മറന്നിരുന്നു. അവൻ കാട്ടിലൂടെ നടന്ന് സുന്ദരമായ പൂക്കളെ, പഴങ്ങളെ ഒക്കെ കണ്ടു അമ്പരന്നു പോയിരുന്നു. അവൻ കുറച്ച് പഴങ്ങൾ പറിച്ച് അതിനെ ഒരു തുണിയിൽ കെട്ടി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൻ ആ വലിയ തടിയുള്ള മരം കണ്ടു. വാവ്, അത് കണ്ടിട്ട് എനിക്ക് ഇരുന്ന് നല്ലപോലെ കഴിക്കാൻ പറ്റിയ സ്ഥലം പോലെ തോന്നുന്നു. അങ്ങനെ ടോണി മരത്തിന്റെ അടുത്തെത്തി. അതിന്റെ താഴെയിരുന്നു അവന്റെ കൊട്ടയിൽ നിന്നും ബണ്ണെടുക്കാനായി തുറന്നു. അവൻ ബണ്ണും പഴങ്ങളും കഴിച്ച് അടുത്ത ഗ്രാമത്തിൽ പോകുന്നതിന് മുൻപേ കുറച്ച് വിശ്രമിക്കാൻ തീരുമാനിച്ചു. ടോണി വളരെ തളർന്നവശനായതുകൊണ്ട് കൊട്ടയടയ്ക്കാൻ മറന്നുപോയി. മണിക്കൂറുകൾ കടന്നുപോയി. പക്ഷെ ടോണി ഇപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവൻ എന്തോ ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം? ആരെങ്കിലും മിണ്ടാതിരിക്കൂ. പക്ഷേ ശബ്ദം കൂടിക്കൊണ്ടേയിരുന്നു. അവസാനം ടോണി അവന്റെ കണ്ണു തുറന്നു നോക്കിയതും അവിടെ ആരുമില്ലായിരുന്നു. എന്നിട്ട് അവൻ അവന്റെ കൊട്ടയിലേക്ക് നോക്കി. ടോണിക്ക് അതിശയമായി. ഓ, എന്റെ തൊപ്പികളെല്ലാം എന്തിയേ? കൊട്ടയിലാകെ ഒരു തൊപ്പി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ടോണി പേടിച്ച് കരയാൻ തുടങ്ങി. ആരോ എന്റെ തൊപ്പി മുഴുവൻ കട്ടെടുത്തു. ഞാൻ ഇനി എന്തു ചെയ്യും? പിന്നെ അവന് മനസ്സിലായി ശബ്ദം ഇതുവരെ നിന്നിട്ടില്ല എന്ന്. അവസാനം അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഓ നോ, കുരങ്ങന്മാർ! അവരെന്റെ തൊപ്പി കട്ടെടുത്തു. അതാ അവിടെയായിരുന്നു എല്ലാ കുരങ്ങന്മാരും മരക്കൊമ്പിൽ. ഓരോ കുരങ്ങന്മാരും ടോണിയുടെ തൊപ്പി ധരിച്ച് അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. ഓ, ആ വയസ്സായ ആള് പറഞ്ഞ കാര്യം ഞാൻ കേട്ടാ മതിയായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ തൊപ്പികൾ എന്റെ ആകെ ആശ്രയമാണ്. അഥവാ ഞാൻ ഈ തൊപ്പികൾ തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ എനിക്ക് നാളത്തേക്ക് തുണി വാങ്ങാൻ പണം പോലും ഉണ്ടാവില്ല. ഞാൻ എന്ത് കഴിക്കും? ഞാൻ എങ്ങനെ സമ്പാദിക്കും? കുരങ്ങന്മാരെ, എന്റെ തൊപ്പി തിരിച്ചു തരൂ ഉടൻ. മതി, താഴെ ഇറങ്ങി വാ ഉടനടി. കുരങ്ങന്മാർ മരക്കൊമ്പിൽ കാലും പൊക്കി ചാടാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പഴങ്ങൾ താഴെ വീണു. ഇത് ടോണിക്കൊരു ഉപായം നൽകി. ഒരു മിനിറ്റ്, അവരെന്നെ അനുകരിക്കുകയാണ്. അവർ കുരങ്ങന്മാരാണ്. തീർച്ചയായും എന്നെ അനുകരിക്കുമായിരിക്കും. അവർക്ക് എന്നെ ദേഷ്യം പിടിപ്പിച്ച് സന്തോഷം തോന്നുന്നു. അവരുടെ ഈ തന്ത്രം അവർക്കെതിരെ പ്രയോഗിച്ചാലോ? ടോണി ഭൂമിയിലേക്ക് ദേഷ്യത്തോടെ കിടന്ന് കുരങ്ങന്മാർക്ക് തോൽവി സമ്മതിച്ച് അഭിനയിച്ചു. അവൻ കരയാൻ തുടങ്ങി. പതുക്കെ തലയുയർത്തി കുരങ്ങന്മാർക്ക് മേലെ ഒരു കണ്ണ് വെച്ചുകൊണ്ട് നോക്കി. ഇല്ല, ഞാനിനി എന്ത് ചെയ്യും? എന്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഒരേ ഒരു തൊപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇതും കൊണ്ട് ഞാൻ സന്തോഷിക്കണമെന്ന്. ടോണി അവന്റെ തലയിൽ ആ തൊപ്പി ധരിച്ച് എഴുന്നേറ്റ് നിന്ന് ദേഷ്യത്തോടെ മുകളിലേക്ക് നോക്കി. കുരങ്ങന്മാരെ, ഒരു ദിവസം ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ തൊപ്പിയെടുത്തു. ഒരു വീശിൽ തന്നെ മുഴുവൻ ശക്തിയോടെ തൊപ്പി തറയിലേക്ക് എറിഞ്ഞു. ടോണിയെ അംഗീകരിച്ചുകൊണ്ട് അതേപോലെ എല്ലാ കുരങ്ങന്മാരും തൊപ്പിയെടുത്ത് തറയിലേക്ക് എറിഞ്ഞു. ഒട്ടും സമയം കളയാതെ ടോണി പെട്ടെന്ന് എല്ലാ തൊപ്പിയും ശേഖരിച്ച് കൊട്ടയിൽ വെച്ചതിനെ പൂട്ടി. ഓ, വെറും മണ്ടന്മാരായ കുരങ്ങന്മാരെ. ശരി, ഗുഡ് ബൈ, പോട്ടെ. അങ്ങനെ ടോണിക്ക് മനസ്സിലായി ശാന്തമായിരിക്കേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന്. അതും നമ്മുടെ സമയം ശരിയല്ലാത്ത സമയത്ത്. അവന്റെ ദേഷ്യത്തിന്റെ അപ്പുറം അവൻ കുരങ്ങന്മാരുടെ നിസ്സഹായത കണ്ടില്ലായിരുന്നുവെങ്കിൽ അവൻ അവന്റെ തൊപ്പി തിരിച്ചു കിട്ടില്ലായിരുന്നു. ടോണി സന്തോഷത്തോടെ കാട്ടിൽ നിന്നും വെളിയിലേക്ക് വന്നു. മറ്റ് ഗ്രാമത്തിൽ തൊപ്പി വിറ്റു പണം നേടി വീട്ടിലേക്ക് തിരിച്ചു. ശുഭം.